കർത്തൃദിനം, ശ്രേഷ്ഠദിനം, ആരാധനക്കു വിശുദ്ധദിനം. ഹല്ലേലൂയ ഗാനം ചൊല്ലി ഹൃദയങ്ങൾ വാഴ്ത്തിടാം. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധമായ എൽദോ നോമ്പിലേക്ക് പരിശുദ്ധ സഭയാകമാനം പ്രവേശിച്ചു. കർത്താവിൻ്റെ മനുഷ്യാവതാരവുമായി ബന്ധപ്പെട്ട് ഉള്ള വായനകളും ചിന്തകളും ഒക്കെ പല സ്ഥലങ്ങളിൽ നിന്നായി കേട്ടും കണ്ടും ഒക്കെ നാം ധ്യാനിക്കുന്നു. ഭവനങ്ങളുടെ മുമ്പിൽ ഒരു നക്ഷത്രം ശോഭയോടെ കത്തുന്ന കാഴ്ച കാണാം. ക്രിസ്മസിൽ ഏറ്റവും കൂടുതൽ നമ്മെ ആകർഷിക്കുന്നത് ഈ നക്ഷത്രം തന്നെയാണ്. വിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം ഇങ്ങനെയാണ്: നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. വിദ്വാൻമാരായ പ്രിയപ്പെട്ടവർ, ആധ്യാത്മികത്വത്തിൻ്റെയും മതങ്ങളുടെയും നാടായ പൗരസ്ത്യ നാട്ടിൽ നിന്ന് കിഴക്ക് നിന്ന് അവർ യാത്ര തിരിച്ചു. അവരുടെ അറിവിൻ്റെ വെളിച്ചത്തിൽ അത്ഭുത നക്ഷത്രം ഇതെന്ന് ബോധ്യപ്പെട്ടതിനെ അന്വേഷിച്ചറിയുവാൻ അവർ മുതിരുകയും ചെയ്തു. ആ നക്ഷത്രത്തെ നോക്കി അവർ യാത്ര തുടർന്നപ്പോൾ അതവർക്ക് വഴികാട്ടിയായി. സത്യം അന്വേഷിക്കുന്നവർക്ക് സ്ഥല ദൂരമോ സമയനഷ്ടമോ ധനനഷ്ടമോ ഒന്നും ബാധകമല്ല. അവർക്ക് അവരുടെ ലക്ഷ്യമാണ് വലുത്. മനസ്സിന്റെ തൃപ്തി മൂലം ആത്മതൃപ്തി കൈവരിക്കുവാൻ ആ നക്ഷത്രം ചൂണ്ടിക്കാണിക്കുന്ന ആ രാജാവിനെ ഒന്ന് കാണുവാൻ, വഴങ്ങുവാൻ അവർക്ക് വഴികാട്ടിയായി കിട്ടിയ നക്ഷത്രത്തെ നോക്കി അവർ യാത്ര പുറപ്പെട്ടു. പ്രിയമുള്ളവരെ, നമുക്ക് വഴികാട്ടി ആരാണ് എന്നൊരു നിമിഷം ചിന്തിക്കുന്നത് നന്നായിരിക്കും. യഹൂദ രാജാവായി പിറന്നവൻ എവിടെ എന്ന് അന്വേഷിച്ചു അവർ യാത്ര തുടർന്നു. എന്നാൽ ദൈവികമായ വഴികാട്ടിയെ അനുഗമിക്കാതെ അതിനിടയ്ക്ക് അല്പം യുക്തിപരമായി ചിന്തിച്ച് ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ കടന്നു എന്നത് ആപത്തായി മാറി. നക്ഷത്രത്തിൻ്റെ വഴിവിട്ട് സ്വന്തം ചിന്തകളിലൂടെ രാജകൊട്ടാരത്തെ ലക്ഷ്യമാക്കി നീങ്ങുകയും രാജാവിനെ കാണുകയും രാജാവ് അവർ മുഖാന്തരമായി ഈ രാജാവിനെ കുറിച്ച് അറിയുകയും അവൻ്റെ ജന്മസ്ഥലം കണ്ടെത്തിയാൽ എന്നെ അറിയിക്കണം എന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് നാം കാണുന്നുണ്ട്. വിദ്വാൻമാർക്ക് നക്ഷത്രം വഴികാട്ടിയായെങ്കിൽ രാജാവിന് വിദ്വാൻമാർ വഴികാട്ടികളാവും. യഹൂദന്മാർക്ക് അവരുടെ വേദഗ്രന്ഥം വഴി ഈ രാജാവിനെ കാണാനായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. ആട്ടിടയർക്ക് ദൈവദൂതർ വഴികാട്ടിയും ആകുന്നു. ഈ രാജാവിനും യഹൂദർക്കും അത്ഭുത ജനന സൂചന ലഭിച്ചെങ്കിലും അത് അന്വേഷിച്ച് യാത്ര ചെയ്തവർക്ക് മാത്രമേ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞുള്ളൂ. രാജകൊട്ടാരത്തിൽ നിന്നിറങ്ങിയ വിദ്വാൻമാർ നക്ഷത്രത്തിലേക്ക് വീണ്ടും നോക്കി യാത്ര പുറപ്പെടുമ്പോൾ നക്ഷത്രം ഒരു സ്ഥലത്ത് എന്ന് നിൽക്കുന്നു. അവിടെ അവർ ആ പുൽക്കൂട്ടിൽ രക്ഷകനെ ദർശിക്കുന്നു. അല്പസമയം നക്ഷത്രത്തിൽ നിന്നും മാറി ചിന്തിച്ചപ്പോൾ ഏകദേശം 60,000 അധികം ആൺകുട്ടികൾ 2 വയസ്സിൽ താഴെയുള്ളവർ കർത്താവിന് വേണ്ടി രക്തസാക്ഷികളാകേണ്ടി വന്നു എന്നുള്ളതൊന്നും നാം മറക്കരുത്. നക്ഷത്രം നമുക്ക് കാണിച്ചു തന്ന ആ വഴിയിലൂടെ തന്നെ സഞ്ചരിപ്പാൻ നമുക്ക് കഴിയട്ടെ. യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ദൂതൻ അവരെ അറിയിച്ചു, നിങ്ങൾ വന്ന വഴിയെ മടങ്ങിപ്പോകരുത്. അതെ, നിങ്ങൾ വന്ന വഴിയെ മടങ്ങിപ്പോകരുത്. അവർക്ക് ബോധ്യമായി. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസിൽ നമുക്കും ചിന്തിക്കാൻ അത്രയേ ഉള്ളൂ. നമ്മിലൂടെ ആർക്കും സങ്കടങ്ങൾ വരാൻ ഇടയാകരുത്. ഒരു ക്രിസ്മസ് കടന്നു വരുമ്പോൾ നമുക്കും വഴികാട്ടിയായി ഒരു നക്ഷത്രമുണ്ടല്ലോ. ആ നക്ഷത്രത്തെ നോക്കി യാത്ര ചെയ്യാം. ആ ക്രിസ്തുവിലേക്ക് നമുക്കും ചെല്ലാം. നമുക്കും ആ ഉണ്ണിയേശുവിനെ ഒന്ന് വന്ദിക്കാം. ഇന്ന് വരെ നടന്നു വന്ന വഴികളിൽ നിന്ന് വ്യത്യസ്തമായി പുതുക്കപ്പെട്ട സൃഷ്ടികളായി നമുക്ക് മാറാം. നമുക്കൊന്ന് ശ്രമിക്കാം. ദൈവത്തിൻ്റെ വലിയ കരുണയ്ക്ക് മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം.
വിദ്വാൻമാർ കാഴ്ചവെച്ചതുപോലെയല്ല, നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ പൂർണ്ണമായി കാഴ്ചവെക്കുവാൻ ഈ ക്രിസ്മസിലൂടെ കഴിയട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വിദ്വാൻമാരുടെ ജീവിതം ഇന്ന് സന്ധിയിൽ ചിന്തയ്ക്കായി നിങ്ങളുടെ മുമ്പിലിട്ടു. നിങ്ങളും ശാന്തമായിരുന്നു അതിനെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുവാൻ ഇടയാക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജോൺ പോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ.